മഹാരാഷ്ട്രയിൽ നിന്ന് തുണികളും എടുത്ത് വൈദ്യനാഥൻ തിരുപ്പൂരെത്തുന്നതുവരെ നീ ഇനി ആൺകുട്ടിയാ. 10 ദിവസം എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാരല്ലേ, 2-3 ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയെന്ന് വരും. ഞാൻ പറഞ്ഞാൽ നിനക്ക് അവന്റെ ബനിയും കമ്പനി ജോലി കിട്ടും, ഉറപ്പാ. അപ്പോഴത്തേക്കും ഇവിടുത്തെ പുകിലൊക്കെ അങ്ങ് തീരുകയും ചെയ്യും. ഇനി പഴയ പോലെ പേടി, സങ്കോചം ഇതൊന്നും പാടില്ല. നല്ല സ്മാർട്ടായിരിക്കണം. എന്നെ കണ്ടാ കിണ്ണം കട്ടു എന്ന് പറയുമെന്ന ഭാവത്തിൽ നടന്നാൽ ഇപ്പൊ നീ മാത്രമല്ല ഞാനും അകത്താവും. കുറ്റം ചെയ്യുന്നവരെ പോലെ തന്നെ തെറ്റുകാരാണ് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവർ. An abettor is as guilty as the criminal. മനസ്സിലായോ? മനസ്സിലാക്കണ്ട. നിനക്കൊരു പേര് വേണ്ടേ? മുരുകൻ മതി. അയ്യേ, എൻ്റെ സുഹൃത്തിൻ്റെ അനിയനാവുമ്പോ നമുക്ക് ഈ മുരുകനെ ഒന്ന് മലയാളി കടിച്ചാലോ? വേലായുധൻ. വേലായുധൻ കുട്ടി അതെങ്ങനെയുണ്ട്? മതി. വേലായുധൻ കുട്ടി എന്നല്ല, എന്തോ വേലായുധൻ കുട്ടി എന്തോ. എവിടെടാ പെണ്ണ്? എനിക്കൊന്നും അറിയത്തില്ല സാറേ. എന്നെ തല്ലല്ല സാറേ. സാർ സത്യമായിട്ടും എനിക്കൊന്നും അറിയത്തില്ല. നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റും നോക്കട്ടെ. എവിടെടാ പെണ്ണെ കൊണ്ട് ഒളിപ്പിച്ചിരിക്കുന്നത്? ഏതമ്മേ പ്രേമേട്ടന്റെ കൂടെ ഒരു ചെറുക്കൻ? ചെറുക്കനോ? ആ, ഒരു സുന്ദര കുട്ടപ്പൻ. ഞാൻ അവിടെ ഉള്ളപ്പോഴേ രണ്ടാളും കൂടി കയറി വന്നത്. എന്നാ പിന്നെ നിനക്ക് ചോദിക്കായിരുന്നില്ലേ പ്രേമനോട്? ഞാൻ ചോദിച്ചില്ല. അവരുടെ ഏതേലും പരിചയക്കാരായിരിക്കും. അയാൾ അവിടെ ആക്കിയിട്ട് പ്രേമേട്ടൻ പോവുകയും ചെയ്തു. കണ്ടിട്ടൊരു കള്ള ലക്ഷണമുണ്ട്. നീ ഇതൊക്കെ ഒന്ന് പിഴിഞ്ഞു വിരിച്ചിട്. ഒന്ന് പിടിച്ചേ. പഞ്ചസാര ആ ടിന്നിലുണ്ട്. അത് കൊള്ളാം. വിരുന്നുകാരനെ കൊണ്ടാണോ മാഷ അടുക്കളപ്പണി ചെയ്യിപ്പിക്കുന്നേ? ഏയ്, വിരുന്നുകാരനൊന്നുമല്ല, പ്രേമന്റെ ഒരു പരിചയക്കാരന്റെ അനിയനാ. അവര് ഞാനൊരു കട്ടൻ ചായ ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് സമ്മതിക്കുന്നില്ല. അവിടുത്തെ ഒരു ഗ്ലാസ് കൂടെ എടുത്തോ സീതമ്മേ. ഓ, എനിക്ക് വേണ്ട മാഷെ. എടാ, നിന്നെ ഈ നാട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ. എങ്ങനെ കാണാനാ? ഇവന്റെ നാട് ഇവിടെ അടുത്തൊന്നും അല്ല, പിന്നെ തിരുവനന്തപുരത്തു നിന്നും പോണം. പണി അന്വേഷിച്ച് നടക്കുമായിരുന്നു. വന്നു പെട്ടത് പ്രേമന്റെ മുന്നിൽ. ചേട്ടനെ വിവരം അറിയിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. കൊണ്ടുപോകുന്നവരെ ഇവിടെ നിൽക്കട്ടെ. എന്താടാ നിന്റെ പേര്? വേലായുധൻ കുട്ടി. വീട്ടിലാരൊക്കെ ഉണ്ട്? എല്ലാരും ഉണ്ട്. നിന്റെ ശബ്ദത്തിന് എന്താടാ ഒരു കനവില്ലാത്തേ? ഞാൻ ഇപ്പോഴവനോടത് പറഞ്ഞതേ ഉള്ളൂ. പണ്ട് ഞാൻ പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ ഒരു മാഷുണ്ടായിരുന്നു. ക്ലാസ് എടുക്കുന്നത് പുറത്തുനിന്ന് കേട്ടാ പെണ്ണല്ലെന്ന് ആരും പറയില്ല. പേര് ഭാർഗവൻ എന്നാ, പക്ഷെ പിള്ളേരെ വിളിക്കുന്നത് ഭാർഗവി മാഷ് എന്നാ. നീ എന്തിനാടാ ഇവിടെ കിടന്ന് പരിക്കുന്നേ? വെളിയിലെങ്ങാനും പോയിരിക്കെ. ഒന്നും സൂക്ഷിച്ചോണേ മാഷേ. കാശും പണം ഒന്നും പുറത്തു വെക്കണ്ട. ഒന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ഒരു കണ്ണ് വേണം. വല്ല തുമ്പും കിട്ടിയോ ചായ? നീ ഇതപ്പോ വന്നു? പിള്ളേര് സ്കൂളിൽ വിട്ടേച്ച് ഞാൻ ഇങ്ങ് പോന്നു. കക്ഷി അവൻ തന്നെ, ആ സീഡിക്കാരൻ പയ്യൻ. ബേബിക്കുട്ടി ചോദിച്ചപ്പോ അവൻ ആദ്യം ഉരുണ്ട് കളിക്കുകയായിരുന്നു. ASI ഒരുത്തനുണ്ട്, ഒരു പാലാക്കാരൻ. അവൻ നന്നായൊന്ന് പെരുമാറിയപ്പോ പയ്യൻ തത്ത പറയും പോലെ അങ്ങ് പറഞ്ഞു. തഞ്ചാവൂരുള്ള അവന്റെ ഏതോ ഒരു കൂട്ടുകാരന്റെ അടുത്തേക്ക് അയച്ചേക്കുക. പോലീസ് നാളെ അവനെയും കൂട്ടി തഞ്ചാവൂർക്ക് പോകുന്നുണ്ട്. ഭർത്താവേ, അവനെ കണ്ട അങ്ങനെ വല്ലതും തോന്നുവോ? ദീപം ദീപം എന്താ മാഷേ പുതിയ പതിവൊക്കെ? ഇന്നാടാ ഇതൊരു വീടായത്. കാണുമ്പോ തന്നെ ഒരു ഐശ്വര്യം തോന്നുന്നില്ലേ? കേറി നോക്ക്. വീട് മുഴുവൻ തുടച്ച് വൃത്തിയാക്കി, വലിച്ചുവാരി കിടന്ന അലമാരെല്ലാം അടുക്കി ഒതുക്കി, തുണികളെല്ലാം കഴുകി ഉണക്കി, രാത്രിയിലേക്കുള്ള അത്താഴം വരെ റെഡി. ശരിക്കും ഒരു പെൺകുട്ടി വന്ന് കേറിയതുപോലെ. ദൈവമേ, കൈതൊഴാൻ കേക്കുമാറാകണേ, പാവമാമെന്നെ നീ കാക്കുമാറാകണേ. ഓ, വേലായം കുട്ടിയെ നമുക്ക് പെട്ടെന്നൊന്നും വിടണ്ട, ഇവിടെ നിന്നോട്ടെ. ഈ നാട്ടിൽ തന്നെ എന്തെങ്കിലും ജോലി ശരിയാക്കി കൊടുത്തൂടെ? അതൊന്നും പറ്റില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഫോൺ വന്ന ഉടനെ വിടണം. ഏയ്, മുരുകനെ വിട്ടിപ്പോ കൊരങ്ങനെ പിടിച്ച? മുരുകൻ തന്നെയാ. ഓ, അപ്പടിയാ. ഞാൻ വിചാരിച്ചു പൈത്യമായി പോയെന്ന്. കുറച്ച് ഡ്രസ്സുകളാ, മാറാനൊന്നുമില്ലല്ലോ. രൂപം വെച്ച് വാങ്ങിയതാ, പാകമാണോ എന്ന് എനിക്കറിയില്ല.
ഇതെന്തിനാ പാന്റും ഷർട്ടും ഒക്കെ? ഇവിടെ നിൽക്കുമ്പോൾ ഇടാനാണെങ്കിൽ വല്ല ബനിയനോ ടീഷർട്ടോ ഒറ്റോ മതിയായിരുന്നല്ലോ. ആ ബെസ്റ്റ്. എന്നാ മാഷ് ഞെട്ടി ബോധം കെട്ട് താഴെ വീഴും. പിന്നെ ഭയങ്കര ജിം ബോഡിയല്ലേ, പുറത്ത് കാണിക്കാൻ പറ്റുമോ? അതുമല്ല, അയൽപക്കത്തൊക്കെ പെൺപിള്ളേരുള്ളതല്ലേ മാഷേ. ആ ശരി. നീയും കൂടെ ഇരുന്നോടാ മോനെ. പോയൊരു പ്ലേറ്റ് എടുത്തോടാ. വേണ്ട 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 വേണ്ട, അവൻ പിന്നെ ഇരുന്നോളും, ജൂനിയർ അല്ലേ. ഇതാണ് മീൻകറി. ആവശ്യത്തിന് എരിവ്, പുളി, നളഭാഗം എന്നൊക്കെ പറയാറില്ലേ? ആ അത് തന്നെ. അത്രയ്ക്ക് പൊക്കി പറയാനൊന്നുമില്ല, കൊള്ളാം, ആരും ദോഷം പറയില്ല. അസൂയപ്പെടണ്ടാ കേട്ടോ വേലാൻകുട്ടി. ഇവനും വയ്ക്കും മീൻകറി. എന്തിനു കൊള്ളാം? ചിലപ്പോൾ ഉപ്പ് കൂടും, അല്ലെങ്കിൽ എരിവ് കൂടും. എന്തിന്? മീനിട്ട ഒരു കറി. നാളെ ഇവനങ്ങ് പോവും, പിന്നെ ഞാൻ വെക്കുന്ന ആ മീനിട്ട കറി മാത്രമേ കാണുള്ളൂ. അതിനു മുമ്പേ അവൻ എങ്ങനെയാ മീൻകറി വെക്കുന്നെന്ന് പോയി നോക്കി പഠിക്കേ. പിന്നെ അച്ഛൻ പറയുന്നതായിട്ട് അത്ര നിഹളിക്കൊന്നും വേണ്ട കേട്ടോ. അത് തന്നെ എനിക്കും പറയാനുള്ളത്. അധികം ബലം വേണ്ട. എന്ത്? അധികം ബലം വേണ്ടാന്ന്. ഇടക്കോഴി കൂന്നോ? തിമിരെടുത്ത ഉതപ്പേൻ ജാഗ്രത. ഓതല്ല നിറയെ കടച്ചിരിക്കപ്പാ. ഒന്നുമില്ല ഇവിടെ പറഞ്ഞ. വെള്ളം ഇവിടെ വെക്കുന്നുണ്ട്. രാത്രി കുടിക്കാനേ വെള്ളം ഇവിടെ വെക്കുന്നുണ്ട്. പിന്നെ നീ പോയി ചേട്ടന്റെ മുറി കിടന്നോ. ഈ കട്ടിന്റെ അടി പായിരിപ്പുണ്ട്. ഈ തലേണ ഇവിടെ എടുത്തോ. ഇതങ്ങോട്ടാ? മാഷ് പറഞ്ഞു ഇവിടെ കിടന്നോളാൻ. ഇവിടെ നിന്ന് കിടക്കണ്ട. അവൻ അവിടെ കിടന്നോട്ടറാ. നിനക്കെന്താ ഇഷ്ടം? എനിക്ക് നഷ്ടമൊന്നുമില്ല. അവിടെ പോയി കിടക്ക. അയ്യോ, ഞാൻ എവിടെ പോയി നീ കിടക്കും? വരാന്തേ പോയി കിടക്ക. അയ്യോ, എനിക്ക് പേടിയാ. കിടന്നോ മോനെ. മാഷ് പറഞ്ഞു കേട്ടില്ലേ? മാഷ് അങ്ങനെ പലതും പറയും. ഇവിടെ പഠിക്കും. നീ അടുക്കളയിൽ പോയി കിടന്നോടാ. ഇവൻ ഇതാരടാ? നീ ഇവിടെ വന്ന് കിടന്നോ. അവ അടുക്കളയിൽ കിടന്നോളുന്നേ. എന്ത് അവിടെ പരിചയമില്ലാത്ത ഒരാളിങ്ങനെ വെളിയിലാണ്. ഇങ്ങനെ എന്നെ പരിചയപ്പെടുന്ന അവൻ അവിടെ പോയി ഞാൻ കിടന്നോ. ഇവിടെ കിടന്നോളാം. എന്നാ അവിടെ കിടക്ക്. അല്ല, അവൻ അവിടെ കിടന്നോട്ടെ. അതിനെന്ത്? അവിടെ കിടന്നു. ശരി. അര കിലോ പരിപ്പ്, കായം ഒരു പാക്കറ്റ്, കടുക് 100, പഞ്ചസാര 1 കിലോ, 100 വെളിച്ചെണ്ണ. നിർത്ത്. വയസ്സായില്ലേ മോനെ, ഇങ്ങനെ സ്പീഡിൽ ഓടാൻ കഴിയൂല. ആദ്യം പറഞ്ഞത് എന്താ? പരിപ്പ് 1 കിലോ. ആ അതാദ്യം എടുക്കട്ടെ. ആ പരിപ്പ് 1 കിലോ. കടുക് 100. ആ നീയല്ലേ വേലായുധം കുട്ടി? അതെ. പ്രേമം പറഞ്ഞു മാഷ്ക്ക് ഇപ്പൊ അവിടെ ഒരു കൂട്ടായില്ലേ? ഇവിടെ മാലയും വിളയൊക്കെ ഉണ്ടോ? എന്താ ആർക്കെങ്കിലും വാങ്ങി കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ? ദേ മോനെ, സൂക്ഷ്യം കണ്ടൊക്കെ നിന്നോ. വേഷം കെട്ട് എടുത്താലുണ്ടല്ലോ പ്രേമന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാ. മൊയ്തീൻക, ഈ പൊട്ടിന്റെ കൺമഷിയുടെ കാശ് എഴുതിക്കോ. ആയിക്കോട്ടെ. കടുക് 100, പിന്നെ പഞ്ചസാര 1 കിലോ. പഞ്ചസാര 1 കിലോ. കാലത്ത് ഞാൻ തുടച്ചിട്ടാണല്ലോ. ഓ, അതിന്റെ ചന്തം കാണാനും ഉണ്ട്. മണ്ണും പൊടിയൊക്കെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. എന്നാ ചൂലോടിട്ടോ, ഞാൻ ചെയ്തോളാം. ഇയാള് വരണതിന് മുമ്പ് ഇവിടെ തൂപ്പും തുടക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അത് മുമ്പല്ലേ? ഇപ്പൊ ഞാനിവിടെ ഉണ്ടല്ലോ. ഇതെന്താ? ഉച്ചക്കത്തേക്കുള്ള അരി ഇടാൻ. അയ്യോ മോളെ, അതൊക്കെ ഇവിടെ ഒറ്റയ്ക്ക്. ഇവൻ നല്ല മണിയായി ചെയ്തോളും. നേരത്തെ കുമാരിയാ എന്നെ ഇവിടെ സഹായിക്കാറ്. ഇപ്പൊ നിനക്കെന്തെങ്കിലും സഹായം വേണമെങ്കിൽ വേലായുധം കുട്ടിയോട് പറഞ്ഞാൽ മതി. ഇവളെന്തിനാ മുഖം വീർപ്പിച്ചു പോയത്? കുശുംബ, ഞാൻ വന്ന് പിടിച്ചിട്ടില്ല. എന്താ കുമാരിയമ്മേ, എന്താ പ്രശ്നം? ആ തീറ്റക്കൊതിയും ബ്രോക്കർ പിന്നെ ആരെങ്കിലും കൊണ്ടുവന്നു? അതൊന്നുമല്ല. പിന്നെ എന്തേ മുഖത്തിനൊരു വാട്ടം? ഓ, ആ ചെറുക്കനെ ഇവിടെ തന്നെ നിർത്താനാ ഉദ്ദേശം? ഏത് ചെറുക്കനെ? ആ ചെറുക്കനെ. ഓ, അവനെയാ? എന്താ അവനായിട്ട് ഉടക്കിയോ? ഒരു ദിവസം മുമ്പ് അവനെ പറഞ്ഞിച്ചാ പ്രേമേട്ടന് അത്രയും ചീത്തപ്പേര് കുറയ്ക്കാം. നീ കാര്യം പറ, ചുമ്മായിട്ട് വളയ്ക്കാതെ. എന്നെ കൊണ്ട് അവിടുത്തെ ഒരു കാര്യം തൊടിയിക്കുന്നില്ല എന്നുള്ള പോട്ടെ, ഒരൊറ്റ പെമ്പിള്ളേർക്ക് അതിലെ വഴി നടക്കാൻ പറ്റുന്നില്ല പ്രേമേട്ടാ. ആണോ? ആ ചൂളമടി അർത്ഥം വെച്ചുള്ള പാട്ട് ആകെ നാണക്കേടായി പോയി. പൊടി ഉള്ളോടിക്കാതെ. അവനൊരു പാവ. ഓ, നിങ്ങൾ അച്ഛന്റെയും മോന്റെയും മുമ്പിലാ പാവം, അല്ലാത്തപ്പോ പുലിയാ. ഇന്നലത്തെ കാര്യം തന്നെ കേൾക്കണം. വേണ്ട, ഞാൻ പറയുന്നില്ല. പറ.
പറ. പ്രേമേട്ടൻ വിശ്വസിക്കൂല. ഞാൻ വിശ്വസിക്കുന്നു. പറ. മാഷ പുറത്തു പോയ സമയം ആ. ഞാനവിടെ വീടിന്റെ പുറകിൽ പശുവിനെ തീറ്റ. അപ്പോഴുണ്ട് അടുക്കള മുറ്റത്ത് നിന്നിട്ടേ എന്നിട്ട് ശു പറയാൻ തന്നെ നാണാവുന്നു. പറയടി. ഒരു ഷഡ്ഡി മാത്രം ഇട്ട് ദേഹത്ത് മൊത്തം എണ്ണയൊക്കെ തേച്ച് മസിലും കാണിച്ച് നിക്ക എന്നെ വീഴ്ത്താനേ. സത്യം. ഞാൻ നുണ പറയോ? ഇല്ല. ഇതിപ്പോ ചോദിക്കാനൊന്നും പോണ്ട. ചോദിച്ച അവ സമ്മതിക്കേയില്ല. പക്ഷെ അവൻ ആള് ശരിയല്ല, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഹമ്പടി വീര. അങ്ങനെ ഒരു നിലയ്ക്ക് അവിടുത്തെ പണി അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മനസമാധാനായി. തഞ്ചാവൂരിൽ നിന്നൊന്നും പെണ്ണിനെ കിട്ടിയില്ല മാഷെ. ഇപ്പൊ അവൻ പറയുന്നു തിരുനെൽവേലിക്ക് അയച്ചു എന്ന്. നീ അറിഞ്ഞില്ലടാ പ്രേമ? കാസറ്റുകാരൻ ചെക്കനെയും കൊണ്ട് പോലീസുകാര് തിരുനെൽവേലിക്ക് പോയിരിക്കേ. അവിടെ ചെല്ലുമ്പോ അവൻ പറയും മധുരയിലേക്കാണെന്ന്. അതങ്ങനെ കിടന്ന് കറങ്ങും. പോലീസുകാർക്ക് സർക്കാർ ചെലവിൽ കുറെ നാട് കാണാം. ദാ അച്ചാറ്. ഡാ നീ അവിടെ നിന്നേ. തമാശയല്ല മാഷെ, ഈ ചെക്കനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. തനിക്ക് വട്ട. ഡാ ഇവിടെ വന്നേ. നീ ഇതിനു മുമ്പ് ഈ നാട്ടിൽ വന്നിട്ടേ ഇല്ല? ഇല്ല, വന്നിട്ടേ ഇല്ല. അതെ, ഒരാളെ പോലെ 7 പേരുണ്ടാവുന്ന. ആ ഒരാള് ഇയാള്, ബാക്കി 6 പേരെ നീ കണ്ടിട്ടുണ്ട? എന്നാലും എവിടെയോ വെച്ച് ഇവനിവിടെ എവിടെയെങ്കിലും ഒരു ജോലി ശരിപ്പെടുത്തി കൊടുക്കണല്ലോ മണിയണ്ട. എന്തായാലും പണി അന്വേഷിച്ച് വന്നതല്ലേ. അച്ഛൻ ഇവനെ അങ്ങ് ദത്തെടുത്തോ. നീ അതങ്ങനെ തമാശയൊന്നും ആക്കണ്ട. എനിക്കിപ്പോ നിന്നേക്കാൾ ഇഷ്ടം ഇവനെ. ആ, ഇതെന്തോ കൈവേഷം തന്നെ. ഇവനെ മലയാളം എഴുതാൻ അറിഞ്ഞൂടായിരുന്നു. ഇന്ന് ഒരു സ്ലേറ്റും പെൻസിലും വാങ്ങിച്ച് പഠിപ്പ് തുടങ്ങി. ഡാ അമ്മ എന്നൊന്ന് എഴുതി കാണിച്ചേ. ഇത് ആനാന്നല്ലേ? അയ്യോ ഇത് അമ്മാന്നാ. ആ ഇത് അമ്മ. വേറെ പണിയൊന്നും തൽക്കാലം അന്വേഷിക്കണ്ട. നാളെ മുതൽ ഇവൻ ഞങ്ങളോട് പോന്നോട്ടെ. വിട് വിട്, അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ചേട്ടാ. അതിനുള്ള മാർഗല്ലേ ഞാൻ പറയണത്. കുഞ്ഞൂട്ടം പോയതുകൊണ്ട് അവിടെ സഹായത്തിന് ഒരാൾ ആവശ്യ. കൂട്ടത്തിൽ പണിയും പഠിക്കാം. നിനക്ക് ഇഷ്ടമാണോ വരെ പണി? എനിക്കിഷ്ടോ, ഞാൻ വരാം. അല്ലല്ല, അത് അച്ഛാ 2 ദിവസം കഴിഞ്ഞ് പോകാനുള്ള. ഇതെന്തോ നിന്റെ അസുഖ? ഇവൻ വന്ന് കയറിയ അന്ന് തുടങ്ങിയതാ. ദൈവം പറയണതൊന്നും നീ കേൾക്കേണ്ട വേലായും കുട്ടി. ഞാനാണ് ഇവിടുത്തെ മൂത്താശാരി. ഞാൻ പറയണു നാളെ മുതൽ നീ ഞങ്ങളുടെ കൂടെ പണിക്ക് വരുന്നു. ഗുരുവിന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചേ. 2 ദിവസം കഴിഞ്ഞ് പോകാം. Ha ha ha!